കഴിഞ്ഞ പ്രാവശ്യം അത് എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളത് വിശദമായി ഞങ്ങൾ പരിശോധിക്കുകയും അത് ആരാണത് ചെയ്യാത്തെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവരെ താക്കീത് ചെയ്യുകയും ചെയ്യും. യാതൊരു സംശയവുമില്ല. പ്രൊഫസർ നാലകത്ത് ബഷീറിനോട് നമുക്ക് ഒരു ആവലാതിയുടെ കാര്യം കൂടി ചോദിക്കാം. അതായത് അജണ്ട നേരത്തെയൊക്കെ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നൽകുമായിരുന്നു. അപ്പോൾ ഇത് നേരത്തെ നൽകുമായിരുന്നു എന്നുള്ളൊരു ഇതും കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ ചിലർക്ക് അജണ്ട വളരെ നേരത്തെ അവർക്ക് നൽകുന്നില്ല എന്ന ഒരു ആവലാതിയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആക്ഷേപമുണ്ട്. അപ്പൊ അക്കാര്യത്തിലുണ്ടാകുന്ന ഈ ആക്ഷേപത്തിന് കാരണമുണ്ട്? പ്രത്യേകിച്ച് അതിനൊരു ആക്ഷേപത്തിന് കാരണമില്ല. കാരണം സാധാരണ രീതിയിൽ ഞാൻ 95-ലും 2000-ലൊക്കെ ഇവിടെ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്നു. അന്നൊക്കെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ കൗൺസിൽ നോട്ടീസ് വരുമ്പോൾ കൗൺസിലിന്റെ വിവരങ്ങൾ നമ്മുടെ ഈ പ്രസ് ഫോറത്തെ അറിയിക്കും. പ്രസ് ഫോറത്തിലുള്ള എല്ലാവരും കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. ആ പങ്കെടുക്കുമ്പോൾ അജണ്ട എല്ലാവർക്കും വിതരണം ചെയ്യും. ഇപ്രാവശ്യം മിനിയാന്ന് നടന്ന കൗൺസിൽ നോക്കുമ്പോൾ പത്രക്കാരും കണ്ടില്ല അവിടെ. അപ്പൊ ഞാൻ അന്വേഷിച്ചു എന്താണ് സംഭവം, എന്താണ് പത്രക്കാരെ കാണാത്തത്. അപ്പൊ പത്രക്കാർക്ക് ഇൻഫർമേഷൻ പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയത്. ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കൗൺസിൽ എന്നുള്ളത് സുതാര്യമാണ്, പബ്ലിക് അറിയേണ്ടതാണ്. അതുകൊണ്ട് പത്രക്കാർക്ക് അത് വിവരം കൊടുത്തേ പറ്റൂ. അത് വളരെ കണിശമായി സ്ട്രിക്റ്റ് ആയിട്ട് അത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓരോ കൗൺസിൽ വരുമ്പോഴും ആ കൗൺസിൽ പത്രക്കാരെ ഇൻവൈറ്റ് ചെയ്യും. പത്രക്കാർക്ക് വേണ്ട രീതിയിൽ അജണ്ട നൽകുകയും. ഇപ്പോൾ ഉള്ളൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, അജണ്ട സാധാരണ രീതിയിൽ ഞങ്ങൾ കൗൺസിലർമാർക്ക് അടക്കം അജണ്ട കൗൺസിൽ കൂടുമ്പോഴാണ് കിട്ടുന്നത്. കൗൺസിലാണ് അജണ്ട തരുന്നത്. എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കെ സ്മാർട്ടിലൂടെയാണ് അജണ്ട പോകുന്നത്. എല്ലാ കൗൺസിലർമാർക്കും ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ട്. ആ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചുകൊണ്ട് കൗൺസിലിന്റെ അജണ്ടയും കാര്യങ്ങളും എല്ലാ ഫയലുകളും ഏത് സമയവും ഈ കൗൺസിലർമാർക്ക് നോക്കാൻ പറ്റും. അപ്പൊ അജണ്ടകളൊക്കെ ആ കൗൺസിലർമാർ നോക്കുകയും എന്നാൽ കൗൺസിൽ കൂടുന്ന സമയത്ത് അജണ്ടയുടെ ഒരു കോപ്പി നൽകുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ നിലവിലുള്ളത്. അതുപോലെ തീർച്ചയായിട്ടും അടുത്ത കൗൺസിലൊക്കെ വരുമ്പോൾ കൗൺസിലിന്റെ വിവരങ്ങൾ അറിയിക്കും, പത്രക്കാരെ അറിയിക്കും. ആ പത്രക്കാർക്ക് അജണ്ട നിർബന്ധമായും കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം അത് എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളത് വിശദമായി ഞങ്ങൾ പരിശോധിക്കുകയും അത് ആരാണത് ചെയ്യാത്തെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവരെ താക്കീത് ചെയ്യുകയും ചെയ്യും. യാതൊരു സംശയവുമില്ല. പത്രക്കാര് നമ്മുടെ കൂടെ ഉണ്ടാവണം. പത്രക്കാരാണ് ഈ നാട്ടിലെ ജനങ്ങളെ നമ്മുടെ തീരുമാനങ്ങൾ അറിയിക്കേണ്ടത്. തീർച്ചയായും ഒരു പത്രമില്ലെങ്കിൽ ഈ നാട്ടിൽ ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ന്യൂസ് മീഡിയ, പ്രിന്റ് മീഡിയയും വിഷൻ മീഡിയയും ഒക്കെ ആണ് നാട്ടില് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കുന്നത്. ഈ കൗൺസിൽ എന്നും പത്രക്കാരോ കൂടെ തന്നെയാണ്. അത് നമ്മുടെ അറിയാതെ സംഭവിച്ചൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ പരിശോധിക്കും. അത്തരത്തിലൊരു വിഷയം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി മാധ്യമപ്രവർത്തകർക്ക് അത് യോഗങ്ങളിൽ വരുന്നവർക്ക് അവിടെ വെച്ചാണ് നൽകുന്നത്. അതിനു മുമ്പ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ പുതിയൊരു കീഴ്വഴക്കമില്ല. ഇനി അങ്ങനെ കിട്ടാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പരിശോധിച്ച് നടപടി ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് കൂടി മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹം നൽകുന്നുണ്ട്. എല്ലാവരും മികച്ച രീതിയിൽ ഭരണം മുന്നോട്ട് പോകട്ടെ, ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടട്ടെ എന്നാണ് ഞങ്ങൾക്കും ആശംസിക്കാനുള്ളത്. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Golden Diamonds, different by design.